ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു ലേഡി ഷോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പുതിയ എപ്പിസോഡുമായി ഞാൻ നിങ്ങളുടെ കൂടെ സംഗീത. നമുക്കിന്ന് നമ്മുടെ സ്ഥിരം ഗസ്റ്റ് ഉണ്ട് ശ്രീന. അതെ, വെൽക്കം ശ്രീന. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ഷോയില് നമ്മുടെ പ്രീവിയസ്ലി ചെയ്തിരുന്ന ജസ്റ്റ് ഇന്ന് ലീവാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പൊ എന്റെ കൂടെ ഇന്ന് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രീനയും കൂടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു കമ്പനിയായി. അതെ അതെ, ഞങ്ങൾ രണ്ടാളും കൂടി ജസ്റ്റിക്ക് പകരം ഞങ്ങൾ രണ്ടാളും കൂടി ഈ ഷോ അടിച്ചു പൊളിക്കാൻ വിചാരിച്ച് നിൽക്കുകയാണ്. അതെ അതെ, ശരിക്കും ഇന്ന് പ്രേക്ഷകരെല്ലാവരും ഈ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരെല്ലാവരും ഞങ്ങളെ വിളിക്കണേ. കാരണം എല്ലാവരും വിഷുവിന്റെ ഒക്കെ തിരക്കായി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക. പക്ഷെ എങ്കിലും നമ്മുടെ കോളിൽ വിളിക്കുക. എല്ലാവർക്കും നമ്മുടെ ഗെയിമിനെ പറ്റിയൊക്കെ അറിയായിരിക്കും. ഇന്ന് നമുക്ക് ഒരുപാട് സമ്മാനങ്ങളുണ്ട് ഞങ്ങളുടെ കയ്യിൽ. എല്ലാം ഗ്രാബ് ചെയ്യുക, കാരണം വിഷു ആണ്. അപ്പൊ കുറച്ച് സമ്മാനങ്ങൾ ഞങ്ങൾ NTV കൂടെ തരാന്ന് കരുതി എല്ലാവർക്കും. ഒരു വിഷു കഴിഞ്ഞിട്ടായിട്ട് മുന്നേ ഞങ്ങളുടെ വക നിങ്ങളിലേക്ക് എത്തിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ശ്രീനയുടെ വിഷു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ? ഇല്ല, ഞങ്ങൾ ഇന്ന് വൈകുന്നേരം പോയിട്ട് വിഷുവിന്റെ ഷോപ്പിംഗ് എല്ലാം ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. ഓക്കെ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഗെയിംസിനെ പറ്റി ഞാൻ ആദ്യം പറയാം. ഇന്നത്തെ ഗെയിംസ് കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരെല്ലാരും ആദ്യം ശ്രദ്ധിക്കുക. നമ്മള് സ്ക്രീനിൽ ഒരു ഫിലിം, അതായത് ഒരു ക്യാരക്ടർ പറയും, ഒരു സിനിമയിലെ ഒരു ക്യാരക്ടർ പറയും. ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന വ്യക്തി ആരാണ് എന്ന് കണ്ടുപിടിക്കണം. അത്രേ ഉള്ളൂ. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. ആ ക്യാരക്ടർ പറയും, ആ വ്യക്തി ഏതാണെന്ന് പറയാം, സിനിമ ഏതാണെന്ന് പറയാം. ക്ലൂ നമ്മൾ കുറച്ച് ക്ലൂ ഒക്കെ തരും, ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്ര ഹെൽപ്പ് ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് ഈസിയാണ്, വളരെ സിമ്പിൾ ആണ് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, തോന്നുന്നത് ക്ലൂ വേണ്ടി വരില്ല, അത്രയും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്തിട്ടിരിക്കുന്നത്. നമുക്ക് ഫുൾ ക്വസ്റ്റ്യൻസ് 1 മിനിറ്റിൽ ആൻസർ ചെയ്യാം, അത്രയും ഈസി ഉള്ള ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത്. അതെ. അപ്പം പ്രേക്ഷകർ ചെയ്യേണ്ട കാര്യം, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. വിളിച്ച പാടും തന്നെ നിങ്ങൾ ആദ്യം കോള് മ്യൂട്ട് ചെയ്തിട്ട് വേണം സംസാരിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഹലോ ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ് സംസാരിക്കുന്നത്? ഇതാരാ സംസാരിക്കുന്നത്? ദീപു. ഓക്കെ, ദീപു എവിടുന്നാ വിളിക്കുന്നത്? ഉമ്മൽക്കോയിൻ. ഓക്കെ. ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഉമ്മൽക്കോയിനിൽ വന്നിരുന്നു. അവിടെ ഒരു റിസോർട്ടിൽ സ്റ്റേക്കേഷനൊക്കെ വേണ്ടിയിട്ട് നല്ല അടിപൊളി സ്ഥലമാണ്. അതെ. ഓക്കെ, അപ്പൊ വിഷു ഒക്കെ എവിടെ എത്തി? അതെ, ഞാനും പറയായിരുന്നു ഇന്ന് വൈകുന്നേരം മുതൽ തുടങ്ങാന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞങ്ങളൊക്കെ. ഓക്കെ, നാട്ടിലെ വിഷു ഒക്കെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? നമുക്ക് ഇവിടെ പടക്കങ്ങളൊന്നും പൊട്ടിക്കാൻ പറ്റില്ലല്ലോ. അതിന്റെ ഒരു സങ്കടം ഉണ്ടോ? അതെ. എന്നാലും രാവിലെ എണീറ്റ് കണി കാണുക, അട ഉണ്ടാക്കുക, അതൊക്കെ ചെയ്യാറുണ്ടോ? അതെ അല്ലേ. ഇവിടെ ദീപു ഒറ്റയ്ക്കാണോ അതോ ഫാമിലി ഉണ്ടോ? ഫാമിലി ഉണ്ട്. ഓക്കെ. ഞങ്ങളുടെ വക ഒരു വിഷു ആശംസകൾ എല്ലാവരോടും പറയാ. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ദീപു ഗെയിം മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ അതില് ഞങ്ങൾ ക്യാരക്ടറുടെ പേരാണ് കാണിക്കുക. ഓക്കെ, അപ്പൊ അത് ഏത് ഫിലിം ആക്ടർ ആണ് ഓർ ആക്ട്രസ് ചെയ്തിരിക്കുന്നതെന്ന് പറയണം, പ്ലസ് സിനിമയുടെ പേരും കൂടെ പറയാം. ഓക്കെ. അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. അപ്പൊ ഫസ്റ്റിലത്തെ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ ദീപു? ഇല്ല. ഞാൻ എന്റെ വൈഫിന്റെ കൊടുക്കാം. വൈഫാണ് ആൻസർ ചെയ്യാൻ. ഓക്കെ. വൈഫിന്റെ പേര് ദിവ്യ. ഓക്കെ, ദിവ്യ. ഹായ് ദിവ്യ. ഹലോ. ഹായ് ദിവ്യ. ഹലോ, കേക്കാമോ ദിവ്യ? ഫോണോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ റെഡിയാണ്, കാണുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ സ്ക്രീനിൽ ഒരു നെയിം കാണുന്നുണ്ടോ? അതെ. ഓക്കെ. ഈ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്ന സിനിമ നടൻ ഓർ നടി ആരാണ്? ജഗതി. ഏത് സിനിമയാന്ന് ഓർമ്മയുണ്ടോ? കിലുക്കമല്ലേ? ആണോ? സംശയമുണ്ടോ അതോ കൺഫേംഡ് ആണോ? ആണല്ലേ, ആരും മറക്കുമല്ലേ കിലുക്കത്തിലെ ജഗതിയുടെ ക്യാരക്ടർ. കിലുക്കെന്ന് പറയുമ്പോഴേ ചിരി വരുന്നുണ്ട് നമുക്ക്, അത്രയും കോമഡി ഓർത്തിട്ട്. ഓക്കെ, അപ്പം മീൻസ് ദിവ്യ, അപ്പം ആൻസർ കറക്റ്റ് ആണോ നോക്കണ്ടേ? ആൻസർ കറക്റ്റ് ആണ്. കൺഗ്രാറ്റുലേഷൻസ്. അഡ്വാൻസ് ഹാപ്പി വിഷു. താങ്ക് യു ആൻഡ് ഹാപ്പി വിഷു രണ്ടുപേർക്കും. ഹലോ
ഡിസ്കണക്ട് ആയി. ഓക്കെ, അപ്പൊ ലോട്ടിലേക്ക് അതെ, ദിവ്യയുടെ നെയിം ദിവ്യ ഓർ ദീപു, രണ്ടുപേരുടെയും പേര് നമ്മൾ ലോട്ടിൽ ഇടുന്നുണ്ട്. ഫൈനലി നിങ്ങൾക്ക് മീൻസ് ലക്കി വിന്നർ ആണെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഗിഫ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ സ്പോൺസേഴ്സിനെ പറ്റി പറയാത്തത്. അതെ, അപ്പൊ മിഥുൻ മണി മാർക്കറ്റ്, അതുപോലെ തന്നെ ഒൻറ്റാരിയോ ആയുർവേദിക്കൽ മെഡിക്കൽ സെന്റർ, ബ്ലഷ് ആൻഡ് കോഴ്സ്, ആയുഷ് ആയുർവേദിക് സെന്റർ, ഇവരൊക്കെയാണ് നമ്മുടെ സ്പോൺസേഴ്സ്. ഓക്കെ, എനിക്ക് തോന്നുന്നു നമുക്ക് നെക്സ്റ്റ് കോൾ ഉണ്ട്. ഹലോ 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 മക്കളെ, ഹാപ്പി ഓണം അഡ്വാൻസ് ആയിട്ട് പറയാണ്. ഹാപ്പി വിഷു. വിഷു ആണ് കേട്ടോ. വിഷു സോറി കുഴപ്പമില്ല, ഞങ്ങള് ഓണത്തിനുമായിട്ട് അത് എടുത്തു. അതെ, നമുക്കിവിടെ സ്വീകരിച്ചു. യു എയില് ഓണം വിഷു ഒന്നും അവസാനിക്കുന്നില്ല, അതൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തോണ്ടേ ഇരിക്കുക. പോയിക്കൊണ്ടിരിക്കുന്നില്ലേ? അതെ അതെ അതെ, ഞങ്ങള് മറക്കില്ല, ഈ വർഷത്തെ ആദ്യത്തെ ഓണം ഞങ്ങളെ വിഷ് ചെയ്തത് 2025-ലല്ലേ? അതെ അതെ. പേരെന്തായിരുന്നു? എന്റെ ഗീത. ഗീത. ഗീത, ഓക്കെ ഓക്കെ. എവിടുന്നാ വിളിക്കണേ? അബുദാബി മോളെ. അബുദാബി. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായി ഗീത, മീൻസ് വിഷുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞോ? ഇല്ല മോളെ, ഞാൻ ഇവിടെ വിഷു അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. എന്ത് പറ്റി? മരുമോൻ മുസ്ലിമാണ്, ഓക്കെ. ക്രിസ്ത്യനും. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ പരിപാടികൾ നാട്ടിലാണെങ്കിൽ ചെറിയ മോന് പടമൊക്കെ വാങ്ങിച്ചു കൊടുത്തെങ്കിലൊക്കെ ആക്കായിരുന്നു. ഇവിടെ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലല്ലോ. കുഴപ്പമില്ല കുഴപ്പമില്ല, അത് സാരമില്ല. അപ്പൊ എന്തായാലും വിഷു ആണെങ്കിലും ഇപ്പൊ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനാണെങ്കിലും ഒക്കെ നാളെ ഒരു സദ്യയൊക്കെ മേടിച്ച് കഴിക്കുക, നമുക്കൊക്കെ അടിച്ചു പൊളിക്കുക. അതെ, ഒക്കെ കുട്ടികളെ കൂടെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ കത്തി ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്തൊക്കെ ഇതാക്കാം. ഇവിടെ ഒന്നുമില്ല, ഫ്ലാറ്റിലാട്ടോ ഒന്നും ചെയ്യാനും പറ്റൂല. പിള്ളേരൊക്കെ നോക്കിയിരിക്കുവാണോ? ആ, ഒരു മോൾക്ക് ഒരു മോനുണ്ട്, മോനെ അവിടെ ഉള്ളേ. ചെറിയ കുട്ടിയാണോ? ചെറിയ 10 വയസ്സായ മോനാ. എനിക്കുണ്ട് 10 വയസ്സായ ഒരു മോൻ. കണ്ടാ പറയില്ല. താങ്ക്സ്. അപ്പം ഭക്ഷണം എല്ലാം കഴിച്ചു, ലഞ്ചെല്ലാം കഴിച്ചിരിക്കുമായിരിക്കും. അപ്പൊ നല്ല എനർജി ആയിട്ട് നമുക്ക് ഗെയിം കളിച്ചാലോ? ഇല്ല മോളെ, ഭക്ഷണം കഴിച്ചിട്ടൊന്നുമില്ല. ഇവന് മലയാളം അറിയില്ല. അപ്പൊ അവനെ ഞാന് ഇവിടെ ട്യൂഷന് മലയാളത്തിന് വിട്ടിരിക്കുക. അപ്പൊ അത് കഴിഞ്ഞിപ്പോ വന്നേ ഉള്ളൂ. അപ്പോഴേക്കും പരിപാടി തുടങ്ങിയല്ലോ. ഇത് കഴിഞ്ഞിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ. ഇതാണ് ഇവിടുത്തെ പിള്ളേർക്ക് മലയാളം അറിയില്ല. മോളെ ബ്രിട്ടീഷ് സ്കൂളാണ്, അപ്പൊ അതുകൊണ്ട് തീരെ അറിയുന്നില്ല. അപ്പൊ എന്തായാലും എവിടെ കറങ്ങിയാലും അവസാനം നമ്മുടെ നാട്ടിൽ തന്നെ എത്തണ്ടേ. അപ്പൊ മലയാളം അറിയണല്ലോ, അതിന് വേണ്ടിട്ട്. അപ്പൊ ഇവിടെ എന്തായാലും ഗ്രാൻഡ് ഉള്ളത് നന്നായി, ഇതൊക്കെ പഠിക്കാമല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിം കളിച്ചാലോ? ഗെയിമിനെ പറ്റി മനസ്സിലായി? ഈ വക ഒന്നും എനിക്കറിയില്ല. ഞാനിപ്പോ കോൾ ചെയ്ത കാരണം കുട്ടികളെ മക്കളെ കണ്ട കാരണം ഒന്ന് വിളിച്ചതേ ഉള്ളൂ. ഞാൻ പറഞ്ഞുതരാം. ഗെയിം അറിയില്ല എന്നല്ല, നമുക്ക് കളിച്ചു നോക്കാം. ആക്ച്വലി നമ്മളിവിടെ NTV കാണുന്നുണ്ടോ ഇപ്പൊ? ഓക്കെ, സ്ക്രീനില് ഒരു ക്യാരക്ടറിന്റെ പേര് വരും. ഒരു സിനിമ ചെയ്ത ഒരു സിനിമയിലെ ക്യാരക്ടറാണ്. അപ്പൊ ആ സിനിമയിലെ ക്യാരക്ടർ ഏത് നടൻ അല്ലെങ്കിൽ നടിയാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കണം. ഈസിയാണ്, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. ക്ലൂ തരാം. കോംപ്ലിമെന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് കളിച്ചു നോക്കാം. ഓക്കെ, എന്തൊരു ഈസിയാ, ഭയങ്കര ഈസിയാ. ഞാനങ്ങനെ പടം അധികം കാണാറുമില്ല, എന്നാലും ഇത് കണ്ടിട്ടുണ്ടാവും, ഇത് കേട്ടിട്ടുണ്ടാവും. അതെ അതെ, അത് പ്രേമം അല്ലേ? സന്തോഷം, ഇത്രേ ഉള്ളൂ. അതെ, ഓക്കെ, ഇത് ആരാ ചെയ്തതെന്ന് അറിയൂ? സായ് പല്ലവി. അപ്പൊ ഗീതാന്റിയുടെ പേര് പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ ലോട്ടിലേക്ക്. സമ്മാനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പൊ കൺഗ്രാചുലേഷൻസ്. ഇത്രേ ഉള്ളൂ കേട്ടോ ഗെയിം ഒക്കെ, എല്ലാവർക്കും കളിക്കാം. ഞാൻ അധികം പടമൊന്നും കാണില്ല. ഇത് പാട്ട് ഓർമ്മ ഉണ്ടായ കാരണത്താല് ഏതായാലും രണ്ടുപേരും നല്ല സന്തോഷമായിട്ട് വിശ്വസ് ആഘോഷിക്കും. തിരിച്ചും താങ്ക് യു സോ മച്ച്. വിളിച്ചാൽ സന്തോഷം. ഇനിയും വിളിക്കണം. കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർ വിചാരിക്കും ഇത് വലിയ ആനക്കാര്, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഗെയിം എല്ലാവർക്കും കളിക്കാൻ പറ്റും. ഗീത ചേച്ചി പറഞ്ഞ പോലെ ഞാൻ സിനിമ കാണാറില്ല, പക്ഷെ അവർക്കും കൂടി എത്ര പെട്ടെന്ന് കോള് ഡിസ്കണക്ട് ആയിട്ടില്ല. ഹലോ, നമുക്കൊരു കോളർ. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കുന്നത്? ഞാൻ സജീന. ഓക്കെ ഓക്കെ. എവിടുന്നാ വിളിക്കുന്നത്? അബുദാബിന്നാ. ഇത് അബുദാബിത്തെ രണ്ടാമത്തെ കോളറാണ്. കോളറാണ്. അബുദാബിക്കാരാണ്. കോളർ അബുദാബിന്നായിരുന്നു, കേട്ടിരുന്നോ?
ആ കേട്ടിരുന്നു. ഓക്കെ ഓക്കെ. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? വിഷു എത്താറായോ അതോ വിഷു ഞങ്ങൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറില്ല. ഇല്ല അല്ലേ? NTV കണ്ടിരുന്നാ മതി, അതിൽ കുറെ വിഷു പാട്ടുകളും വിഷു ആഘോഷിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ലഞ്ചൊക്കെ കഴിച്ചായിരുന്നോ? ലഞ്ച് കഴിച്ചില്ല. കഴിച്ചില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഗെയിം മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിം കളിച്ചാലോ? ഓക്കെ ഓക്കെ ഡൺ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാണേ. റെഡി ആയി ഇരിക്കുക. അതെ അതെ, ഇന്ന് കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് സ്ക്രീനിൽ ഇപ്പം കാണിക്കുവേ. ആഹാ, ഭയങ്കര ഈസിയാ. പെട്ടെന്ന് പോന്നോട്ടെ ആൻസർ. വന്നില്ല, കാണുന്നില്ല. ചെറിയൊരു ഡിലേ, ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കും. ജോർജ് കുട്ടി. ഇൻഹരിയർ നഗർ അല്ലേ? അതില് വേറൊരു ജോർജ് കുട്ടി ഉണ്ട്, വളരെ ഫേമസ് ആയ ജോർജ് കുട്ടി. മലയാളികൾക്ക് വളരെ ഫേമസ് ആയ ഒരു ജോർജ് കുട്ടി. ക്ലൂ എന്തെങ്കിലും ഉണ്ടോ? ക്ലൂ എന്താ പറയാ, മലയാളത്തിലെ ഏറ്റവും മികച്ച നടൻ, അതുപോലെ തന്നെ അങ്ങനെ പറയാൻ പറ്റില്ല, എല്ലാരും മികച്ച നടൻ. പക്ഷെ ഈ വ്യക്തി ആരും മറക്കില്ല മലയാളികള്. കൊച്ചു കുട്ടികൾ കെയർ ഓഫ് ജോർജ് കുട്ടിയാണോ? അത് സിനിമയല്ലേ? അതെ. ഇത് ക്യാരക്ടറുടെ പേരാ പറഞ്ഞത്, ഇത് ചെയ്ത നടന്റെ നായകൻ. ഈ നടന് വേണ്ടി പ്രത്യേക പാട്ടുകളൊക്കെ ഉണ്ട്. ഈ നടന് വേണ്ടിട്ട് ഒരു കുട്ടി പാടിയ ഒരു പാട്ടൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പൊ ഒരു ലൈൻ പറഞ്ഞ എന്തായാലും കിട്ടും. ഒരു ലാലൊക്കെ വെച്ചിട്ട് നെഞ്ചിനകത്ത്. നെഞ്ചിനകത്ത്. അതെ അതെ, മോഹൻലാൽ. അപ്പൊ മോഹൻലാല്. ഓക്കെ, കണ്ടുപിടിച്ചില്ലേ? സിനിമ മനസ്സിലായോ? ഫിലിം. അയ്യോ, ആ ഫിലിം മറക്കരുത്. ദൃശ്യാണോ? ദൃശ്യം കണ്ടിരുന്നോ? നല്ലോണം അറിയാന്നുള്ള ഫിലിം ആയിരുന്നു. ദൃശ്യം കണ്ടിരുന്നല്ലേ? പോയി. കുഴപ്പമില്ല, അതൊന്നും സാരമില്ല. എത്രയായാലും ആൻസർ പറഞ്ഞ ലോട്ടിലേക്ക് പോകും. ഓക്കെ, അപ്പൊ നമ്മുടെ നിങ്ങൾ എത്തിക്കായിരുന്നു ആൻസറിലോട്ട്. അല്ല, നമുക്ക് നിങ്ങളെ സഹായിക്കണല്ലോ. അതെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പൊ താങ്ക് യു മാം, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പം കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരൊക്കെ സ്ക്രീനിൽ കാണുന്ന നമ്മൾ വേഗം വിളിച്ചോളൂ. നമുക്ക് പേരൊക്കെ ലോട്ടിൽ പോകണം. സമ്മാനങ്ങളുണ്ട്. ഈ സമ്മാനങ്ങളൊക്കെ ഗോളുണ്ടെന്ന് തോന്നുന്നു. ഹലോ ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നത്? ശ്യാമ എന്ന് വെച്ച് കൊറേ സിനിമ പാട്ടുകളുണ്ട്. കുറെ പാട്ടുണ്ട്. ശ്യാമ വളരെ സൈലന്റ് ആയിട്ട്. ശ്യാമ എവിടെന്നാ വിളിക്കുന്നത്? ഓരോരോ എമിറേറ്റ് ആയിട്ടാണ് ഇന്ന് വിളിക്കുന്നത്. അബുദാബി, അജ്മാനായി. ഓക്കെ, ശ്യാമ എന്ത് ചെയ്യുവാ? വർക്ക് ചെയ്യുവാണോ? ഹൗസ് വൈഫ് ആണ്. ഓക്കെ ഓക്കെ. വിഷു ഒക്കെ എന്തായി? അതെ അല്ലേ? നാളെ വാങ്ങുള്ളൂന്ന് അത് വാങ്ങിന്നു. നാളെ അല്ലേ? നാളെ എല്ലായിടത്തും ഭയങ്കര തിരക്കായിരിക്കും. ലുലു വിഷുക്കോടിയൊക്കെ നേരത്തെ എടുക്കില്ലേ? ഞാനൊക്കെ നേരത്തെ എടുക്കും. ഞങ്ങൾ ഇന്ന് വൈകുന്നേരം പോയി എടുക്കായിരിക്കും. വിഷുക്കോടിയൊക്കെ എടുത്തോ ശ്യാമ? എടുത്തില്ല. അതും ഒക്കെ തലേ ദിവസം എടുത്ത് സെറ്റ് ചെയ്യണതിന്റെ രസം വേറെയാണ് അല്ലേ? പിള്ളേരൊക്കെ ഉണ്ടോ ശ്യാമ? രണ്ടുപേരുണ്ടല്ലേ? ഓ, ചെറിയ പിള്ളേരാണ്. ചെറിയ പിള്ളേർ. എത്ര വയസ്സൊക്കെ അവരുടെ? 4 മാസം. ഒരാള് 4 മാസം അല്ലേ? എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി. എനിക്ക് 2 കുട്ടികളുണ്ട്. ഒരാള് 6th ഗ്രേഡിലേക്ക് ഇപ്പോ, ഒരാൾക്ക് 2.5 വയസ്സ്. അതെ, അതുകൊണ്ടാണ് ഞാൻ കുട്ടികളെ എത്ര വയസ്സ്, ഏത് ക്ലാസ്സിലാന്നൊക്കെ എടുത്ത് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോഴേ ശ്യാമ നമുക്ക് ഗെയിം കളിക്കാം. ഗെയിം കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോവാം. പെട്ടെന്ന് കണ്ടുപിടിച്ചോളൂ. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ ഓക്കെ. അയ്യോ, നല്ല ഈസി ആണല്ലോ. കാണുന്നുണ്ടോ ശ്യാമ? ഏതാ സിനിമ? ഉദയനാണ് താരം. വെരി നൈസ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പേരും സിനിമകളുമാണ് ഒക്കെ. ഭയങ്കര ഈസി ആയി പോയി. കുറച്ച് ടഫ് ഒക്കെ കൊടുക്കായിരുന്നു. ഓക്കെ, ശ്യാമയുടെ പേര് നമ്മൾ ലോട്ടിൽ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫൈനലി ലക്കി വിന്നർ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പം ഹാപ്പി വിഷു എല്ലാവർക്കും, കൊച്ചുമക്കൾക്കും ഒക്കെ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, ബൈ. അപ്പം നമ്മളുടെ സ്പോൺസേഴ്സ്, അതായത് മിഥുൻ മണി മാർക്കറ്റ്, ഒൻറ്റാരിയോ ആയുർവേദിക് മെഡിക്കൽ സെന്റർ, ബ്ലഷ് ആൻഡ് കേൾസ്,
പിന്നെ ആയുഷ് ആയുർവേദിക് സെന്റർ. ഇത്രയും നമ്മളുടെ സ്പോൺസേഴ്സ് ആണ്, ഇവരാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഗിഫ്റ്റ് എല്ലാം നമുക്ക് സ്പോൺസർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കോളർ ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നത്? റേഡൻ ഏഞ്ചൽ റേഡൻ റേബൽ റേബൽ RAYDEN ഹാ ഓക്കെ റേബൽ DEN റേദൻ yes ഓക്കെ റേദൻ. ഭയങ്കര വെറൈറ്റി നെയിം, അടിപൊളി നെയിം ആട്ടോ. അതാ ഞങ്ങൾക്ക് കൂടി ഇത്ര കൺഫ്യൂഷൻ ആയത്. thank you റേദൻ, yes you know Malayalam? little bit Little bit. Okay. Raidan, which standard you are studying? 3. വിച്ച് സ്കൂൾ? CHS CHS. Cambridge High School Wow, that's great. Okay, Raidan, yes are you watching NTV right now? yes Okay, so are you ready for the game? yes Okay, we will play. okay Okay, before that, who is helping you? my father Huh? And? മൈ മദർ. and my mother Okay, tell me their names. huh Tell me their names. Linda and Rupesh Okay, so which Emirates are you from? Abu Dhabi Okay, so you are the third caller from Abu Dhabi. okay Okay, Raidan, we are going to start the game, okay? okay So you know the game, right? yes Okay, guess the name of the character and who played this role in Malayalam movie. okay Okay. So watch the screen. Yeah. Hello, hello Raidan, yes find the answer. it just came Okay. It's Shatrugnan. ശത്രുഘ്നൻ. Hello. clue Clue. What clue I can give you? He's there are three main actors in this movie. I'll give you others 2 names. Okay, one is Suresh Gopi and Lal. There are 3 actors, main actors in this movie. Other 2 is Suresh Gopi and Lal. Not Mohanlal, Lal. So you will. Dilip Yes. So you find the answer. So tell me the name of the movie. I guess your mother is, helping you very hard. Tenkashi Pattanam Oh my God! Finally, you did. Okay, it's correct. Vedan, congratulations. thank you Tenkashi Pattanam is the right answer, and Dilip is the actor which is done this movie. thank you Okay, thank you so much, Vedan. Your name is going to the lot. Okay, I hope you will win. okay Okay, congratulations. bye Okay. ഓക്കെ. പാവം ഏതൻ ഈ മൂവി കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഇനി അമ്മ കാണിച്ചു കൊടുക്കുമായിരിക്കും. പാരന്റ്സ് ഹെൽപ്പ് നല്ലതായിരുന്നു. പാരന്റ്സ് അറ്റ്ലീസ്റ്റ് അവരെ കൊണ്ട് ഇതിലൊക്കെ ഇൻവോൾവ് ചെയ്യിക്കുന്നതും അറ്റ്ലീസ്റ്റ് അവർ വിൻ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അവരാണ് ഇത് ഫൈൻഡ് ചെയ്തതൊക്കെ. മലയാളം മൂവീസ് ഫെമിലിയറസ് ആവും. എനിവേ ഓൾമോസ്റ്റ് യുഎയിലുള്ള എല്ലാ പിള്ളേരും അനുഭവിക്കുന്ന ഫേസ് ചെയ്യുന്നതാണ്. മലയാളം മൂവീസ് അറിയില്ല, മലയാളം അറിയില്ല, അങ്ങനെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ ഇല്ല. ഓക്കെ, അപ്പം ഇപ്പം ഇത്രയും ചെയ്ത ഈ മൂവീസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? ഞാനും ഓൾമോസ്റ്റ് എല്ലാ മൂവീസും കാണാറുണ്ട് അല്ലേ? അതെ. ഈ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഈ കഥാപാത്രങ്ങളോടായിരിക്കും ആ ഒരു നെയിംസ് ആണ് കൂടുതൽ ഓർത്ത് വെക്കുക. ഇപ്പം നമ്മളാണെങ്കിലും വീട്ടിലാണെങ്കിലും ഇത് ഏത് സിനിമയിലാണെന്നൊന്നും അറിയില്ലെങ്കിൽ ആ ക്യാരക്ടർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മള് സിനിമയത്തെ ഡയലോഗുകളൊക്കെ പലപ്പോഴായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും കാര്യം പറയുമ്പോ അതായിട്ട് കണക്ട് ചെയ്തിട്ട് ഞങ്ങളും കൂടി പറയാറുണ്ട്. ആ സിനിമയില് ജഗതി പറഞ്ഞില്ലേ, അതുപോലെയായി ഇപ്പൊ ഈ കാര്യം. അത്രയും നമ്മള് കണക്ട് ചെയ്യാറുണ്ട് സിനിമകൾ. Okay. Good afternoon. Good afternoon. Welcome to Lady Show. Thank you. Okay, ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് ജലജ. ജലജ.
പുതിയ കോളറാണെന്നോ? ഫസ്റ്റ് ടൈം ആണോ? അല്ല, സ്ഥിരം കോളറാണ്. ഓ ഓക്കെ. സോറി, ഇന്ന് ജസ്റ്റ് ഇല്ല. അപ്പം ഞാനാണ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഫസ്റ്റ് ടൈം ആണല്ലോ. ആ അതെ 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 അതെ. അല്ല, ഞാൻ ഓക്കെ. എവിടുന്നാ വിളിക്കുന്നത്? ദുബായ് ദുബായ്. ദുബായ്. ഞങ്ങൾ എമിറേറ്റ്സ് നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ദുബായ് ആയി. ദുബായിലെ ഫസ്റ്റ് കോളറാണ്. ഇന്ന് ഞങ്ങൾ 7 എമിറേറ്റ്സ് കവർ ചെയ്യും. ഇനിയിപ്പോ റാസൽ കൈമ മാത്രം. അതെ അതെ, വിളിക്കും. റാസൽ ഗെയിം ആരെയൊക്കെ വിളിക്കണേ കണ്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ. അതില് ഫസ്റ്റ് ലേഡി ഷോയിലെ ഫസ്റ്റ് ഗസ്റ്റ് ആയിരുന്നു. അതെയോ? അതെ. അപ്പം നിങ്ങള് ഒരു അതെ അതെ അതെ. ഓക്കെ. അപ്പം ജലജ TV കണ്ടോണ്ടിരിക്കുവാണല്ലോ അല്ലെ? അപ്പൊ ഗെയിമൊക്കെ ഈസി അല്ലേ ഇന്നത്തെ ഗെയിം? എപ്പോഴും കണ്ടോണ്ടിരിക്കുന്ന ആളായത് കാരണം എല്ലാ ഗെയിംസും അറിയുമായിരിക്കും. എല്ലാവരും ഒട്ടുമിക്ക എല്ലാ ദിവസവും വിളിക്കുന്ന ആളാണ്. പക്ഷെ എല്ലാ ദിവസവും ഞാനും മോളും കൂടിയാണ്. ഇന്ന് മോളില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല. നോക്കാം കേട്ടോ. മോൾ എവിടെ പോയി? മോള് പുറത്തു പോയി. ഞങ്ങൾ രണ്ടുപേരും കൂടി ആയിരുന്നു അന്ന് ഷോയിലുണ്ടായിരുന്നത്. ഞാൻ കണ്ടിട്ടുണ്ടായിരിക്കും, കാരണം ഞാനും സ്ഥിരം വാച്ച് ചെയ്യാറുണ്ട്. ആണോ? ലേഖ എന്നാണ് മോളുടെ പേര്. ഓക്കെ ഓക്കെ, എനിക്ക് ഓർമ്മ കിട്ടി. അതെ, എനിക്ക് ഓർമ്മ കിട്ടി. ഓക്കെ. അപ്പൊ ജലജ, എന്തായി നമ്മുടെ വിഷു ഷോപ്പിംഗ് ഒക്കെ? എവിടം വരെ ആയി? എനിക്ക് ഒത്തിരി ഷോപ്പിംഗ് ഒന്നും ഇല്ലടാ. ഈ വർഷം വിഷു അങ്ങനെ ആഘോഷിക്കുന്നില്ല, കാരണം എന്റെ മമ്മി മരിച്ചിട്ട് 1 year ആയില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ വർഷം വിഷു ആഘോഷമില്ല. ഓക്കെ ഓക്കെ. അതെ, നമുക്ക് നെക്സ്റ്റ് ഇയർ ഒക്കെ ആവട്ടെ. നമുക്ക് അതിനേക്കാളും വലുതാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതെ. അപ്പൊ എന്തായാലും ജലജ, നമുക്ക് ഗെയിമിലേക്ക് പോവാം. പിന്നെന്താ? ഗെയിം എന്താന്ന് അറിയാലോ അല്ലേ? അതല്ലേ സ്ഥിരമായിട്ട് കാണുന്നതാ. അതെ അതെ. ഓക്കെ ഓക്കെ. അപ്പൊ സ്ക്രീനിൽ ഇപ്പൊ കാണിക്കുവേ. എന്റെ ദൈവം, ഇത്ര ഈസി ഒന്നും ആർക്കും കൊടുക്കരുത്. അയ്യോ ഭഗവാൻ, ചിലപ്പോ ഈസി ആയിരിക്കും. ഭയങ്കര ഈസിയാണ്. എന്റെ കഴിഞ്ഞ മാസം ഇത് മോഹൻലാല് അതന്നെ കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ലൂസിഫർ ഈ ക്യാരക്ടർ ഒന്നും ഇനി വെക്കരുത്. കാരണം എല്ലാ കുട്ടികൾക്കും അറിയാം. ഇപ്പം ഇന്റർനാഷണൽ ലെവലിൽ അറിയാം എല്ലാവർക്കും. കാരണം രണ്ടാം ഈ എമ്പുരാനും കൂടെ വന്നപ്പോഴേ. അതെ, എമ്പുരാൻ കണ്ടിരുന്നു. ഇഷ്ടപ്പെട്ട ഏതാ ഇഷ്ടപ്പെട്ടെ? 1 ആണോ 2 ആണോ ഇഷ്ടപ്പെട്ടെ? ഫസ്റ്റ്. എല്ലാരും അതാ പറയുന്നത്. ഫസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെ, സെക്കൻഡ് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ. എന്തായാലും അപ്പൊ നമ്മളെ പേരെന്താ രണ്ടുപേരുടെ? എന്റെ പേര് ശ്രീന. എന്റെ പേര് സംഗീത. ഓക്കെ. താങ്ക് യു, രണ്ടുപേരെ പരിചയപ്പെടാൻ പറ്റിയത്. തിരിച്ചു അതേപോലെ തന്നെ ഞങ്ങൾക്കും കിട്ടി ജലജയെ. ഇത്തവണ ഞങ്ങളുടെ കോളിലും ജസ്റ്റ് വന്നാ പറയാം. സ്ഥിരം കോളർ വിളിച്ചിരുന്നു. പാവം ജസ്റ്റിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ഞങ്ങൾ ഇതുപോലെ ജസ്റ്റ് കാണും. ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. രണ്ടാൾക്കും ഹാപ്പി വിഷു ഇൻ അഡ്വാൻസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. തിരിച്ച് ഞാൻ പറയുന്നില്ല ഈ വർഷം, അടുത്ത വർഷം വിളിക്കണേ, അപ്പൊ പറയാം. കുഴപ്പമില്ല. ഓക്കെ ശരി. അപ്പം കണ്ടില്ലേ, അപ്പൊ ലൂസിഫറിലെ ഈ ക്യാരക്ടറൊക്കെ ആരെങ്കിലും വെക്കോ? കാരണം ഇതൊക്കെ മോഹൻലാൽ. അടുത്ത കോളർ ഉണ്ട്, പറയാം, പിന്നെ പറയാം. ഹലോ ഹലോ. ചെറിയൊരു കുട്ടിയാ തോന്നുന്നു. ആരാ സംസാരിക്കുന്നത്? അതിഥി. അതിഥി, നല്ല പേരാ അതിഥി. ഞങ്ങളുടെ അതിഥിയാ ഇന്നത്തെ. അതിഥി അബിഗേൽ. ഓക്കെ, അബിഗേൽ. ഓക്കെ അബിഗേൽ, സോറി കേട്ടോ മാറിപ്പോയതിന്. അബിഗേൽ, എത്രയിലാ പഠിക്കുന്നേ? 4th. ഓക്കെ. ഏത് സ്കൂളിലാണ്? ഗ്ലോബൽ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, അബുദാബി. അബുദാബി. ഇന്ന് കൊറേ കോളേഴ്സ് അബുദാബി എന്നാണല്ലോ. അബിഗേൽ, മലയാളം അറിയില്ലേ? അറിയാ. നല്ല കുട്ടി. ചേച്ചിയോ അനിയനോ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഒറ്റ കുട്ടിയല്ലേ? ആരാ കൂടെ ഉള്ളേ? അമ്മയാണോ? അല്ല, എന്റെ മമ്മയും ഡാഡിയും ഉണ്ട്. 2 പേരുണ്ട്. അതെ, അതാണ്, വിട്ടു കൊടുക്കില്ല. ഓക്കെ. അപ്പൊ അബിഗേൽ, ഈ ഗെയിംസ് കാണുന്നുണ്ടോ? അപ്പൊ നമുക്ക് കണ്ടുപിടിച്ചാലോ ആരാണ് ആ നടൻ എന്ന്, അല്ലെങ്കിൽ നടി എന്ന്? അമ്മയുടെ പപ്പയുടെ ഹെൽപ്പ് ഒന്നും വേണ്ട, അബിഗേലിന് പറ്റും. ഓക്കെ. അപ്പൊ നമുക്ക് കാണാം കേട്ടോ. സ്ക്രീനിൽ കാണുന്ന പേര് ഏത് നടൻ ഓർ നടിയാണ്, ആക്ടർ ഓർ ആക്ട്രസ് ചെയ്തതെന്ന് പറയണേ. ഓക്കെ ശരി. സ്ക്രീനിൽ ഇപ്പൊ വരുവേ. ഇത് ചിലപ്പം പാരന്റ്സിന്റെ ഹെൽപ്പ് വേണ്ടി വരും. മമ്മിക്ക് ഡാഡിക്ക് എന്തായാലും അറിയും. ഹലോ അബിഗേൽ. ഹലോ. വന്നോ? പേര് വന്നോ? സ്ക്രീനിൽ വന്നോ?
രാംജി റാവു സ്പീക്കിംഗ്. ആരാ ചെയ്തേ? സിനിമ കിട്ടി. ആരാണ്? ഉർമിസ് തമ്പാൻ. രാംജി റാവു സ്പീക്കിംഗ്. കറക്റ്റ് ആണ്. ഏത് ഏത് മീൻസ് ആക്ടർ ആണ് അത് ചെയ്തത്, ആ ക്യാരക്ടർ ചെയ്തത്? ദേവൻ. ദേവനെ മൂവി കണ്ടിട്ടുണ്ടോ? ഇല്ല. കണ്ടിട്ടില്ല. ഇത് ഈ കോള് കട്ട് ചെയ്യുമ്പോൾ ദേവനെ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കാണിച്ചു തരാൻ പറയണേ. ഓക്കെ ഓക്കെ. അപ്പൊ അബിഗേലിന്റെ നെയിം നമ്മളിവിടെ ലോട്ടിൽ ഇടുന്നുണ്ട് കേട്ടോ. ലക്കി വിന്നർ ആവട്ടെ. കൺഗ്രാറ്റുലേഷൻസ്. എന്തോ ചോദിക്കാൻ വന്നു. എന്താണ് നിങ്ങളുടെ പേര് എന്തുവാ? എന്റെ പേര് ശ്രീന. എന്റെ പേര് സംഗീത. ഞങ്ങളുടെ പേര് ഞങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് എന്തായാലും. ഓക്കെ. ഹലോ ഹലോ അബിഗേൽ, ഹാപ്പി അല്ലേ? ഹാപ്പി വിഷു. ഹാപ്പി വിഷു. അമ്മ പപ്പ എല്ലാരോടും ഹാപ്പി വിഷു പറയണേ. ഹാപ്പി വിഷു. ഓക്കെ, ഹാപ്പി ആയിരിക്കൂ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അടുത്ത പ്രാവശ്യം വിളിക്കണം കേട്ടോ. ഓക്കെ ബൈ. താങ്ക് യു. കുട്ടികൾക്ക് ഭയങ്കര ഹാപ്പിയാ ഇങ്ങനെ അവര് കണ്ടുപിടിക്കും. പ്രത്യേകിച്ച് പാരന്റ്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അവർക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നെക്സ്റ്റ് കോൾ ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ 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 ഹലോ. ഹലോ, ആരാ സംസാരിക്കുന്നത്? ഹലോ ഹലോ ഹലോ. ഹലോ, കേൾക്കുന്നുണ്ടോ? ടിവിയുടെ വോളിയം ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ബിക്കോസ് എക്കോ വരുന്നുണ്ട്. എന്താ പേരെന്താണ്? ഹലോ. ടി വി വാച്ച് ചെയ്യുന്നുണ്ടാവും. ഹലോ ഹലോ, വെൽക്കം ടു ലേഡീസ് ഷോ. ഇത് ആരാണ്? വിശാൽ. 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 No. Rachel. ROCHELL. Rochelle. റോഷൽ. ഓക്കെ, റോഷൽ. എനിക്ക് തോന്നുന്നത് ഇപ്പോഴുള്ള കുട്ടികളുടെ പേരൊക്കെ ഭയങ്കര യൂണീക്കും ആണ്, ഡിഫറെന്റ് ആണ്. റോഷൽ. Yes. Are you calling from which Emirates? Abu Dhabi. അബുദാബി. ഓക്കെ, അബുദാബി ആണ്. അങ്ങ് ഏറ്റെടുത്തു. ഓക്കെ, റേച്ചൽ മലയാളം അറിയാവോ? Little bit. Okay. Which grade are you in? I'm in year 11. Okay, 11. Okay. Okay, Rachel. So, are you watching right now? Yes. Okay. I'm Rochelle, not Rachel. Rochelle. Rochelle. Okay. Rochelle. Yes. Sorry to call. No worries. Okay. Rochelle. Okay. We'll play the game. Okay. So, are you watching Malayalam movies? Little, yeah. Little. Okay. So, who will help you? Okay. My dad. Oh, then okay. Then okay. Let's play. Yeah. Yeah, it's very easy. Rochelle, Yes. did you see? It just came. Okay. Okay. ഭയങ്കര നല്ലൊരു ക്യാരക്ടർ ക്യാരക്ടറാണ് ഈ ഒരു മൂവി. എനിക്ക് സിനിമ കണ്ടവരൊക്കെ ഭിന്നത ഓർത്ത് വെക്കാതിരിക്കില്ല. പ്രത്യേകിച്ച് മലയാളം മൂവിയിലെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയാണ്. അതെ. Classmates. യെസ്, കറക്റ്റ്. അപ്പം ഇതാരാ ചെയ്തേ? ക്ലാസ്മേറ്റ്സിൽ ഏത് ആക്ടറാണ് ഈ ക്യാരക്ടർ ചെയ്തേ? Jaysurya. Yeah, it's correct. So Rochelle, Thank you. Are you happy? yeah, tell your father congratulations. So your name is going to the ROT. Thank you. Okay, thank you so much for calling and a happy wish you in Thank you. advance. Have a day. Happy Vishu. Thank you Try to Rochelle. call next time, okay? Yeah. Disconnect ആയി. Okay, bye. Okay. എല്ലാ പിള്ളേർക്കും ഗെയിംസ് ഒക്കെ ഇഷ്ടമാണ്. നമുക്ക് കിഡ്സിന് വേറൊരു ഗെയിം വെക്കണം. കാരണം അവർക്ക് ഇങ്ങനെ ഗെയിം ഒക്കെ കളിക്കാൻ ഇത്ര ഇൻട്രസ്റ്റ് ആണെങ്കിൽ സാധാരണ സാറ്റർഡേ ഓഫ് ആയ കാരണമായിരിക്കും അവരും ആകെ കിട്ടുന്ന ഒരു ദിവസമാണ് ഈ മൂവി ടി വി ഒക്കെ ഒന്ന് കാണാൻ അല്ലേ. ഓക്കെ, അപ്പൊ പാരന്റ്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നന്നായിട്ടുണ്ട്. കാരണം കുട്ടികളെ ഇനിയിപ്പോ ആ കുട്ടി ആ സിനിമയെ പറ്റി സെർച്ച് ചെയ്യുവാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു ലേഡീസ് ഷോ. ഇത് ആരാണ്? ശോഭ, ശാരദയാണ്.
ശോഭ. ആ ഷാർജയായി കേട്ടോ. അതെ അതെ, സ്ഥിരം വിളിക്കണത് ശോഭ ചേച്ചിയാണോ? ഞാൻ എനിക്ക് എന്താണെന്നറിയോ, ഞാൻ കേൾക്കാറുണ്ട് സൗണ്ട്. ഞാന് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഇതില് വന്നിട്ടുണ്ടായിരുന്നു, ഗസ്റ്റായിട്ട് വന്നത് ഞാന്റെ ഫാമിലിയാ. ഓക്കെ ഓക്കെ. അതാണ് എനിക്ക് ഈ പേര് എനിക്ക് ഭയങ്കര പരിചയമുണ്ട്. കാരണം നമ്മൾ സ്ഥിരം കേൾക്കുന്ന പേരും ആ സൗണ്ടും എനിക്ക് ഭയങ്കര പരിചയമുണ്ട്. ഓക്കെ, അപ്പം വിഷുവിന്റെ ഒരുക്കങ്ങളൊക്കെ ആയോ? വിഷുവിന്റെ ഒരുക്കങ്ങൾ ഇന്ന് പോവുള്ളൂ വാങ്ങാനായിട്ട്. എല്ലാവരും എന്റെ സെറ്റില്, ഞാനും ഇന്ന് വൈകുന്നേരം പോവാൻ നിക്കുക. വിളിക്കുന്നവരൊക്കെ രണ്ടുപേർക്കൊന്നും ജോലിയുണ്ട്, അപ്പൊ അവര് നേരത്തെ വരും, വന്നിട്ട് പോവുള്ളൂ. ഓക്കെ ഓക്കെ. ഷാർജയിൽ എവിടെ താമസിക്കുന്നത്? ഷാർജയില് പഴയ പോസ്റ്റ് ഓഫീസിന്റെ ബാക്കില്. ഓക്കെ ഓക്കെ. എനിക്കറിയാം, റൗണ്ട് അബൌട്ടിന്റെ ഒക്കെ അവിടെ. അതെ, ഓക്കെ ഓക്കെ. അതിന്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഞാനും ഉണ്ട്. അയൽവാസികളാണ്. അതെ അതെ. ഓക്കെ, അപ്പൊ ശോഭ പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുകയല്ലേ, ഗെയിം മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ, നമുക്ക് ഗെയിം കളിക്കാം. ഹലോ ഹലോ ഹലോ, ഗെയിം കളിക്കാം. ഓക്കെ, അപ്പൊ സ്ക്രീനില് പറഞ്ഞു കേൾക്കും. മഹേഷ് ഭാവന. ഇത് ഈ പേരിൽ തന്നെ സിനിമയുടെ പേരുണ്ട്, അതൊരു ക്ലൂ ആണേ. കഥാപാത്രം കേട്ടിട്ട് ഈ പേരില് ഒരു സിനിമയുണ്ട്. കിട്ടിയോ? സിനിമയോ? ഈ പേരിൽ മുഴുവൻ ഇതില് ആദ്യത്തെ ആ പേരുണ്ടല്ലോ, അതിലൊരു സിനിമയുണ്ട്, ഒരു മലയാളം സിനിമ, നല്ല ഫേമസ്. കിട്ടി. ഇനിയിപ്പോ ആരാ ക്യാരക്ടർ? ആരാ? ഈസി ഈസി. എന്താ ഞങ്ങള് സഹായിച്ചു. അതെ. പെട്ടെന്ന് ഞാൻ ആ ഭാവന വന്നിട്ട് എന്താണ് ഇപ്പൊ മനസ്സിലായി, സ്റ്റുഡിയോയുടെ പേര്. അതെ അതെ. സിനിമ കാണാറുണ്ടല്ലേ എപ്പോഴും? സ്റ്റുഡിയോയുടെ പേരൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോഴേ പെട്ടെന്ന് ചോദിക്കണ നേരത്തെ എല്ലാ പ്രാവശ്യം ചോദിക്കണ നേരത്തെ പെട്ടെന്ന് കിട്ടില്ല. അതാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ സഹായിച്ചേ. എല്ലാവർക്കും അറിയാം, പക്ഷെ അവിടെ എത്താൻ ഒരു ചെറിയൊരു ക്ലൂ നമ്മൾ തരുന്നേ ഉള്ളൂ. ക്ലൂ കൊടുത്താൽ പിന്നെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാരും പറയുന്നുണ്ട്. അത്രയും എളുപ്പമുള്ള മൂവീസ് ആണ് അതൊക്കെ. എളുപ്പമുള്ള തന്നെയാണ് വരിക, പക്ഷെ പെട്ടെന്ന് ചോദിക്കുന്ന നേരത്തെ ആകെ ഒരു കൺഫ്യൂഷൻ ആണ്. എനിക്കും ഇത് കൺഫ്യൂഷൻ വരാറുണ്ട്. ഒരു പ്രാവശ്യം സൂര്യനെ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു ബോൾ ബോൾ, കാരണം അത് അപ്പൊ നമുക്ക് ആ ഒരു സെക്കൻഡിൽ വേറെ ചിന്തിച്ചിട്ട് പോവണത്. ഒന്നാമത് ടെൻഷൻ, വിളിക്കുമ്പോ കിട്ടുമ്പോൾ ആ ഒരു പിന്നെ എക്സൈറ്റഡ് ആവുകയാണ്. അതെ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. എപ്പോഴും ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക, ഇങ്ങനെ വിളിക്കാം. നമുക്ക് സ്ഥിരം കോളേഴ്സ് ഒക്കെ വിളിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, കാരണം നിങ്ങളെല്ലാരും ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഞങ്ങൾ ഹാപ്പി ആക്കുന്നുണ്ട് എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷം. താങ്ക് യു. ഒരു MTVയുടെ ഒരു ഫാമിലി പോലെയാണ്. കുറെ കണ്ടിന്യൂസ് ആണല്ലേ? അതെ അതെ, ഞങ്ങൾക്കും നിങ്ങളാണ് ഞങ്ങളുടെ ഫാമിലി. ഞങ്ങൾക്കിപ്പോ ഒരു ദിവസം ഞാനുണ്ടായിരുന്നില്ല, അപ്പൊ ആകെ പ്രശ്നമായിരുന്നു. ഭയങ്കര വിഷമമാണ്. അതെ, നിങ്ങൾ വിഷമിക്കുന്നുണ്ടെന്ന് തോന്നിയപ്പോഴാണ് ഞങ്ങൾ ഇങ്ങ് വന്നത്. മനസ്സിലായി. കാരണം പ്രേക്ഷകരാണല്ലോ നമ്മള് എല്ലാം. അപ്പൊ ഹാപ്പി വിഷു അഡ്വാൻസ്. ഹാപ്പി വിഷു. എല്ലാവർക്കും ഹാപ്പി വിഷു. ഒരു ഐശ്വര്യം നിറഞ്ഞ ഒരു വിഷു ആവട്ടെ ഈ വർഷം. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഭയങ്കര സന്തോഷം കുറെ പേര് ഇങ്ങനെ വിളിച്ചിട്ട്, പ്രത്യേകിച്ച് ഈ ഹൗസ് വൈഫ് ഒക്കെ ആയിട്ട് ഇരിക്കുന്നവരെ, അവർക്ക് ഈ വീട്ടിലെ ജോലിയൊക്കെ കഴിയുമ്പോൾ പിന്നെ TV ഒക്കെ വാച്ച് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അവർക്കൊരു റിലാക്സ് ആയിരിക്കും ഇങ്ങനത്തെ ഷോ ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് നമുക്ക്. ഓരോ കോൾസ് വരുമ്പോൾ ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക. അത് കഴിഞ്ഞ ഒരു കോള് നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം ആ ഒരു എനർജി, ആ ഒരു ഹാപ്പിനെസ്, നിങ്ങൾ എന്തുമാത്രം ഹാപ്പി ആണെന്നൊക്കെ. നെക്സ്റ്റ് കോൾ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു ലേഡീസ് ഷോ. ഇതാരാണ്? ഇത് റൗദ. എന്തായിരുന്നു? റൗദ. നല്ല പേര്, റൗദ. റൗദ, എന്താ പേരിന്റെ അർത്ഥം ഒന്ന് പറയൂ? പേരിന്റെ അർത്ഥം പരിശുദ്ധം. കേൾക്കുന്ന പേരാട്ടോ. ഇന്ന് കൊറേ പേരുകൾ അങ്ങനെയാണ്, കൊറേ വെറൈറ്റി പേരുകൾ. അപ്പൊ എനിക്ക് ഇതിന്റെ ഒരു മീനിങ് അറിയണം എന്ന് തോന്നി. അതെ,
റൗദ. ചെറിയ കുട്ടികൾക്ക് വേണമെങ്കിലും ഇടായിട്ട് വേണമെങ്കിൽ, കാരണം അത്രയും യുണീക് നെയിംസ് ആണ് ഇതൊക്കെ. ഓക്കെ, റൗദ ഏത് എമിറേറ്റ്സ് വിളിക്കുന്നത്? ഞാൻ ദുബായിന്ന്. ദുബായ്. ഓക്കെ ഓക്കെ, ദുബായില്. ഓക്കെ റൗദ, അപ്പം ലഞ്ചൊക്കെ കഴിച്ചോ? കഴിച്ചു. നമ്മുടെ ലേഡി ഷോ കാണാറുണ്ടോ ഡെയിലി? കാണാറുണ്ട് ഇടയ്ക്ക്. മുന്നേ വിളിച്ചിട്ടുണ്ടോ? മുന്നേ ഒരു പ്രാവശ്യം കുട്ടികൾ വിളിച്ചിരുന്നു. എത്ര പിള്ളേരുണ്ട്? 3 പേര്. സ്കൂളിൽ പഠിക്കുന്നവരാണോ എല്ലാരും? എല്ലാരും. റൗദ ഹൗസ് വൈഫ് ആണോ? ഹൗസ് വൈഫ് ആണ്. ഓക്കെ, അപ്പം റൗദ ഒക്കെ അറിയാലോ നമ്മുടെ ഗെയിംസിനെ പറ്റി എല്ലാം. ഇന്ന് കണ്ടോണ്ടിരിക്കുവാണല്ലോ, അപ്പം എല്ലാം കണ്ടപ്പോ ഇങ്ങനെ ഈസി ആയി തോന്നി കാണും അല്ലേ? അത്യാവശ്യം. അപ്പൊ എല്ലാം ഇന്ന് ആരും തന്നെ ആൻസർ പറയാതിരുന്നിട്ടില്ല. എല്ലാവരും ആൻസർ, അല്ലെങ്കിൽ ഞങ്ങൾ ആൻസറിലേക്ക് എത്തിക്കുന്നുണ്ട്. അതെ, ആൻസർ പറയാതെ ഞങ്ങൾ വിടില്ല. അതെ, അങ്ങനെ. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിം കളിക്കാം. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. എന്റെ ഇതില് കേബിളിന് ഇതില് പോയി, ഇപ്പൊ സ്ക്രീനിൽ നിന്ന് പോയി. അപ്പൊ ഞങ്ങൾ പേര് പറഞ്ഞു തരാം. ഇപ്പൊ വന്നു. ഓക്കെ ഓക്കെ, കണ്ടോ? വന്നു അല്ലേ? അയ്യോ, ഭയങ്കര ഫേമസ് ആയ ഒരു മൂവി, ഫേമസ് ആയ ഒരു നടൻ. എല്ലാരും പോയോ? പറഞ്ഞു തരട്ടെ. തോമസ് ചാക്കോ. അതാ നെയിം, പേരതാണ് തോമസ് ചാക്കോ. അയ്യോ, തോമസ് ചാക്കോ. എല്ലാ നടന്മാരും ഫേമസ് ആണ്, പക്ഷെ ഇത് മഹാനടനാണ്. പുള്ളിയുടെ നല്ലൊരു മൂവിയാണിത്. മലയാളികൾക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. തോമസ് ചാക്കോ. എന്താ ഇപ്പൊ ക്ലൂ തരാ? പഴയതാണോ? ഒരു മിഡിൽ, അത്ര പഴയതൊന്നുമല്ല. ന്യൂജൻ ആൾക്കാർക്ക് പറയാനും നല്ലൊരു പാട്ടുണ്ട്. ഊർവശിയാണ് നായിക. അയ്യോ, മനസ്സിലായില്ല? മോഹൻലാലിന്റെ ഒരു വ്യത്യസ്തമായ ക്യാരക്ടറാണ് അതില്. ഒരു റിവഞ്ച് ഒക്കെ ഉള്ള ഒരു മൂവിയാ. നല്ല പാട്ടുകളുണ്ട്. ഒരു മിനിറ്റ്. തോമസ് ചാക്കോ അറിയൂല. ഒരു ക്ലൂ കൂടെ കൊടുത്തേക്കാം അല്ലെ? തിലകൻ അതിലൊരു പ്രധാന കഥാപാത്രം ചെയ്യുന്നുണ്ട്. കണ്ണൂർ സ്കോഡാണോ? അത്ര കുറച്ച് മിഡിലാ, കുറച്ച് പഴയതാ. ഉർവശി എന്നൊക്കെ പറയുമ്പോ ഉർവശി നായികയായി അഭിനയിക്കുന്ന ആ ഒരു കാലം. ഒരു ലോറി ഒക്കെ ആയിട്ട്, ലോറിയൊക്കെ ആക്കിയിട്ട് ഒരു പാട്ടൊക്കെ ഉണ്ട്. ഇനി പറ്റില്ല കേട്ടോ തരാൻ. കിട്ടിയിട്ടുണ്ടായിരിക്കും. സ്ഫടികമൊക്കെ മറക്കാൻ പാടുണ്ടോ അതിലെ മോഹൻലാലിന്റെ ക്യാരക്ടർ? ഇനിയിപ്പോ കണ്ടുപിടിക്കാമല്ലോ മോഹൻലാലാണെന്ന്. അല്ല, അതിന്റെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു മോഹൻലാൽ. പറഞ്ഞോ? അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന്. ഓക്കെ, അപ്പം സ്ഫടികം കണ്ടിട്ടുണ്ടോ? എത്ര തവണ കണ്ടിട്ടുണ്ടല്ലേ? എന്നിട്ട് എന്താ മറന്നു പോയതായിരിക്കും അല്ലേ? പെട്ടെന്ന് ഓർമ്മ കിട്ടിയില്ല. ഓക്കെ, കുഴപ്പമില്ല. നമ്മള് ആൻസർ എത്തിച്ചിട്ടു, ഞങ്ങൾ അവിടെ വരെ എത്തിച്ചു. 1-2 ക്ലൂ ഒക്കെ തന്ന്. ഓക്കെ, അപ്പൊ നമ്മുടെ നെയിം ലോട്ടിലിടുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യാം. അതുപോലെ പുതിയ പുതിയ ഗെയിംസ് ഒക്കെ കളിക്കാം. ക്ലൂ ഒന്നും ഇല്ലാതെ ആൻസേഴ്സ് ഒക്കെ പറയാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പം ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട് വിളിക്കുക, നിങ്ങൾക്ക് വൗച്ചേഴ്സ് ഉണ്ടെന്നൊക്കെ. പക്ഷേ ഈ വൗച്ചേഴ്സ് ഒക്കെ തരുന്ന ആരാന്ന് ഞാൻ ഇടയ്ക്ക് പറയണ്ടേ? അപ്പം നമുക്ക് ഈ വൗച്ചേഴ്സ് എല്ലാം സ്പോൺസർ ചെയ്യുന്നത് മിഥുൻ മണി മാർക്കറ്റ്, ഒന്റാരിയോ ആയുർവേദിക് മെഡിക്കൽ സെന്റർ ആൻഡ് ആയുഷ് ആയുർവേദിക് സെന്റർ. ഇവരാണ് നമുക്ക് ഈ ഒരു ഗിഫ്റ്റ്സ് എല്ലാം നമുക്ക് സ്പോൺസർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇന്ന് അത്യാവശ്യം കോളേഴ്സ് ഒക്കെ ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും സ്ഥിരം കോളേഴ്സ് ആണ്, സ്ഥിരമായിട്ട് ഇങ്ങനെ നമ്മുടെ NTV വാച്ച് ചെയ്യുന്ന ആളുകളാണ് അല്ലേ? അതെ, അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം നിങ്ങൾ ഇങ്ങനെ വിളിക്കുന്നത്. ഈ ഒരു വീക്കെൻഡ് ആകുമ്പോൾ സാധാരണ എല്ലാവരും തിരക്കായിരിക്കും. പിള്ളേരെ നോക്കണം, പിള്ളേരുണ്ടാവും, വീട്ടില് ഭക്ഷണം ഉണ്ടാക്കണം, ക്ലീനിങ് അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് സാറ്റർഡേ ആണെങ്കിൽ കൂടെ നിങ്ങൾ അതാണ് നമുക്ക് ഇന്ന് 3 കിഡ്സ് വിളിച്ചല്ലേ? 3 പേര് വിളിച്ചു. അത് അവരെയും കൂടെ നിങ്ങൾ ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കുന്നത് ഭയങ്കര സന്തോഷം. അപ്പം എന്തായാലും വിഷുവിന്റെ തിരക്കാണെങ്കിൽ കൂടെ എല്ലാവരും NTV കാണുന്നതിൽ എല്ലാവരും വാച്ച് ചെയ്യുക, എല്ലാ പ്രോഗ്രാംസും വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഗെയിംസിൽ പങ്കെടുക്കുക, കിട്ടാവുന്ന ഗിഫ്റ്റ് ഒക്കെ ഗ്രാബ് ചെയ്യുക. അതെ, അപ്പൊ നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ എല്ലാവരും വിളിക്കുക.
ചെറിയൊരു ഗെയിമാണ്, ഒരു സിമ്പിൾ ആയിട്ടുള്ള Simple ഗെയിം. അതെ, എല്ലാവർക്കും കളിക്കാവുന്ന ഗെയിമാണ്, ഫണ്ണിയാണ്. അറ്റ്ലീസ്റ്റ് നമ്മള് ആ ഒരു സിനിമയിൽ കൂടെ ഒക്കെ ഇങ്ങനെ യാത്ര ചെയ്യാതെ ഫേമസ് ക്യാരക്ടേഴ്സും ഫേമസ് മൂവീസും മാത്രമേ എടുത്തിട്ടുള്ളൂ. അതെ, 1-2 ക്ലൂല് നിങ്ങൾക്ക് ആൻസർ പറയാനും പറ്റും. അത്രയും ഈസി ആയിട്ടാണ് ഗെയിം പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ. അപ്പൊ പിന്നെ അതുമല്ല, നമ്മളിപ്പോ ഈ ന്യൂ ആയിട്ട് കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള മൂവീസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ക്യാരക്ടേഴ്സ് അത്ര ഓർത്ത് വെക്കില്ല. എന്റെ കാര്യം. പക്ഷെ പണ്ടത്തെ ക്യാരക്ടർ, ഇപ്പൊ ഇന്ന് വന്ന ഈ മൂവീസിലെ ക്യാരക്ടേഴ്സ് ഒക്കെ ഒരാളും മറക്കില്ല, എല്ലാരും ഓർത്ത് വെക്കും. നമ്മള് 1-2 തവണ ഒക്കെ കാണും. പിന്നെ ഡയലോഗ്സ് നമ്മൾ ഓർത്ത് വെക്കും, അതിലെ ക്യാരക്ടേഴ്സ് എല്ലാം ഓർത്ത് വെക്കും. അതെ, ഇപ്പൊ നമ്മള് ലൂസിഫറിൽ തന്നെ പറഞ്ഞാലും നേരത്തെ പറഞ്ഞ ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അത് നമ്മൾ സ്റ്റീഫൻ നെടുമ്പള്ളി, അത് നല്ല ഓർമ്മയുണ്ട്. പക്ഷെ എമ്പുരാനിൽ വന്നു കഴിയുമ്പോ ക്രൊയേഷ്യ അബ്രാം അല്ലെ, അത് ഓർക്കാൻ വലിയ അങ്ങനെ ഓർക്കില്ല. കാരണം സ്റ്റീഫൻ നെടുമ്പള്ളി പോലെ അല്ല ഇത്, അത് അങ്ങനെയാണ്. അപ്പൊ ഓരോ ക്യാരക്ടേഴ്സും നമുക്ക് ഭയങ്കര ഓർമ്മകളാണ്. അപ്പം കാണുന്ന പ്രേക്ഷകേഴ്സ് എല്ലാരും വിളിക്കുക, അതുപോലെ തന്നെ വിളിച്ചിട്ട് ഗെയിംസിൽ പങ്കെടുക്കുക, ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവരുടെ വിശേഷങ്ങൾ പങ്കുവെക്കുക, അതാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. ഒരു ദിവസം കൂടിയുള്ളൂ വിഷുവിന്. വിഷുവിന് രാവിലെ കണി കാണാറൊക്കെ വെക്കാറുണ്ടോ? കണിയൊക്കെ വെക്കാറുണ്ട്. സാധാരണ നാട്ടിലായിരിക്കുമ്പം, കഴിഞ്ഞ വർഷം നാട്ടിലായിരുന്നു. അപ്പം ഈ വർഷം ഞാനും ഹസ്ബൻഡും മോളുമായിട്ട് ഫസ്റ്റ് വിഷു ആണ് ഇവിടെ. കാരണം അപ്പൊ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നന്നായിട്ട് കണിയൊക്കെ ഒരുക്കണം എന്നൊക്കെ വിചാരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ വീട്ടില് അതിന്റെ ഒരുക്കങ്ങളൊക്കെ ചെറുതായിട്ടുണ്ട് അല്ലേ? പിന്നെ കോടികളൊക്കെ നേരത്തെ എടുത്തു വെക്കും, സ്റ്റിച്ച് ചെയ്തൊക്കെ കിട്ടണമല്ലോ. ഓക്കെ ഓക്കെ. ഞാനാണെങ്കിൽ രാവിലെ 4 മണിക്ക് എണീറ്റ് കണിയൊക്കെ വെച്ച് അട ഉണ്ടാക്കാറുണ്ടോ? അട വിഷുവിന് രാവിലെ ആക്ച്വലി ഞാൻ സദ്യ പുറത്തുനിന്ന് മേടിക്കാണ്, സത്യം പറയുകയാണെങ്കിൽ. ബാക്കി കണി വെക്കുന്നൊക്കെ ചെയ്യൂല. നിങ്ങൾ അട ഉണ്ടാക്കാറുണ്ടോ? നോർമലി നാട്ടിലാണെങ്കിലൊക്കെ അട ഞാൻ പറയാ നാട്ടില് ശ്രീനയോട് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ മലയാളിയല്ല, വരട്ടെ. ഞങ്ങൾക്ക് കന്നഡ ആ ഒരു സ്റ്റൈല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഞാൻ കണ്ടതും വളർന്നൊക്കെയാണ്. ഇപ്പൊ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു മലയാളിയാണ്. അപ്പൊ അവരുടെ വീട്ടിലുണ്ടാവുമ്പോ അമ്മ എല്ലാം ചെയ്യും. ഒക്കെ അമ്മയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ മലയാളി, നമ്മളെന്താ ചെയ്യാ, രാവിലെ അടാന്ന് ഒരു ഇല അടാന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കും. അത് വിഷുവിനാണ് നോർമലി ഉണ്ടാക്കി നമ്മൾ കഴിക്കാറ്. എന്നിട്ട് കണി വെച്ചിട്ട് എന്താ നമ്മള് ക്രാക്കേഴ്സും ഇതൊക്കെ എടുത്ത് അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് എല്ലാവരും ചേർന്ന് ഒരു സദ്യ കഴിക്കും. വിഷു കൈനീട്ടം അതില്ലേ? അതുണ്ട്, തീർച്ചയായിട്ടും. ഞങ്ങള് വിഷു കൈനീട്ടം കൊടുക്കുകയും ചെയ്യും, വാങ്ങുകയും ചെയ്യും. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങളുടെ സൈഡിൽ എങ്ങനെ വിഷു? അവിടെ കർണാടക അവിടെ വിഷു ഇല്ല. വിഷു ഞങ്ങൾക്ക് കഴിഞ്ഞ വീക്കിലായിരുന്നു. ഉഗാദി എന്ന് പറയും, യുഗാദി, അതായത് പുതിയ വർഷം. യുഗാദി കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു. കഴിഞ്ഞ ആഴ്ച യുഗാദി ഉണ്ടായിരുന്നു. അത് നമ്മള് സെലിബ്രേറ്റ് ചെയ്യും രാവിലെ ഇതുപോലെ തന്നെ. പക്ഷെ അങ്ങനെ കണി വെക്കുക, കൈനീട്ടം കൊടുക്കുക അങ്ങനെയൊന്നുമില്ല. പൂജയൊക്കെ കഴിക്കും വീട്ടില്. മീൻസ് ഇതുപോലെ തന്നെ നോൺ വെജ് അല്ലാത്ത എല്ലാ ഭക്ഷണവും ഉണ്ടാക്കും. സദ്യ അല്ല, അവിടുത്തെ ഫുഡ് വേറൊരു താലി അങ്ങനത്തെ ഭക്ഷണം ഉണ്ടാക്കും. പിന്നെ വീട്ടിൽ തന്നെ എല്ലാ ദൈവങ്ങളെ വെച്ച് പൂജ ചെയ്യും. ഓരോ സ്ഥലത്തും ഇപ്പം തമിഴ്നാട്ടിലാണെങ്കിലും ഉണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു വിഷുവിന്റെ അന്ന് തന്നെയാണ് ശ്രീലങ്കൻസിന്റെയും ന്യൂ ഇയർ വരുന്നത്. വിഷുവിന്റെ സെയിം ഡേയിലാണ് അവർക്കും വരുന്നത് അവരുടെ ന്യൂ ഇയർ. അപ്പം എല്ലായിടത്തും ഉണ്ട്, അത് ഡിഫറെന്റ് ടൈപ്പാണ്, ഡിഫറെന്റ് രീതിയിലാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ശ്രീ ഈ കണി വെക്കുമ്പോഴേ പ്രത്യേകിച്ച്, അതായത് ഇപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഈ ഒരു സാധനം എല്ലാ തവണയും ഉണ്ടാവുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക സാധനം? വെള്ളരിക്ക. യെല്ലോ കളറില്. അത് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല വെള്ളരിക്ക നോക്കി വാങ്ങണ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഒരു കുത്തൊന്നുമില്ല. അത് തന്നെ ഫസ്റ്റ് നമ്മള് കണി കാണാൻ വെക്കണ വെള്ളരിക്കയില് കുത്ത് അതൊന്നുമില്ല, അത് നല്ല വെള്ളരിക്ക നോക്കിയെടുക്കും. നമ്മള് നാളെ നെസ്റ്റോ ലുലുലൊക്കെ പോകുമ്പോഴേക്കും ആ നല്ല വെള്ളരിക്കൊക്കെ കൊണ്ടുപോയിട്ട് കുത്തും ഇതൊക്കെ ഉള്ള ചിലപ്പോഴേ നമുക്ക് കിട്ടുള്ളൂ, ലാസ്റ്റ് പോയി വാങ്ങണവർക്ക്. അങ്ങനെ പിന്നെ കണ്ണാടി ഞങ്ങളുടെ അവിടെയൊക്കെ 2 യൂസ് ചെയ്യാറുണ്ട്. സാധാരണ നോർമൽ കണ്ണാടി യൂസ് ചെയ്യും, നമ്മുടെ വാൽക്കണ്ണാടി യൂസ് ചെയ്യും. അത് പിന്നെ തേങ്ങ, നാളികേരല്ലേ, അത് 2ആക്കി പൊട്ടിച്ചിട്ട് അതിൽ കുറച്ച് പച്ചരിയും കുറച്ച് കോയിൻസ് ഒക്കെ ഇടും. എന്നിട്ട് നമ്മളത് അങ്ങനെ കുറച്ച് കോയിൻസ് അതിൽ വെക്കും. പിന്നെ ഗോൾഡ് വെക്കും. പിന്നെ നല്ലൊരു ഈ കോടി ഞാൻ കേട്ടത് എന്തൊക്കെ നമ്മൾ പുതിയ തുടങ്ങുമല്ലോ, അപ്പൊ നമുക്ക് ഈ വർഷം നമുക്ക് എന്തൊക്കെ കിട്ടണം അല്ലെങ്കിൽ വേണം എന്നുണ്ടോ അതെല്ലാം വെക്കാന്നാ പറയാ. ഡ്രസ്, പുതിയ കോടി വെക്കും, ഗോൾഡ് വെക്കും, അതുപോലെ തന്നെ എന്താ പറയാ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ പച്ചക്കറികളും, അരിധാന്യങ്ങള് എല്ലാം വെക്കും. പിന്നെ എന്റെ ഒരു സംശയം എന്ന് വെച്ചാൽ നമ്മള് കൃഷ്ണന്റെ ഒരു
വിഗ്രഹം അല്ലെങ്കിൽ ഫോട്ടോ ആണ് വെക്കുന്നത്. ഇപ്പൊ കൃഷ്ണനും എനിക്കറിയില്ല, ശ്രീക്ക് അറിയുന്ന ഈ കൃഷ്ണനും വിഷു തമ്മിലുള്ള ബന്ധം എന്താന്ന് പറഞ്ഞുതരൂ. അറിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഏതെങ്കിലും പ്രേക്ഷകര് കാണുന്നുണ്ടെങ്കിൽ അത് വിളിച്ച് പറഞ്ഞു തരണേ. കാരണം സാധാരണ നമ്മൾ എല്ലാ ഭഗവാന്റെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടാണ് ചില പൂജകൾ ചെയ്യുന്നത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് വിഷുവിന്റെ കണി വെക്കുമ്പോൾ എപ്പോഴും കൃഷ്ണ വിഗ്രഹം വെച്ചിട്ട്. അതെന്താന്ന് എനിക്കറിയില്ല, നമുക്ക് രണ്ടുപേർക്കും അറിയില്ല. ഓക്കെ, അപ്പം കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരെല്ലാരും താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ വിളിച്ച് ഞങ്ങളോട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം. പ്ലസ് നമുക്കൊരു ചെറിയ ഗെയിം കളിക്കാം. ഗെയിം കളിക്കുന്നത് നിങ്ങളെ വെറുതെ വിടില്ല, ഞങ്ങൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് ഒക്കെ തരും. ഓക്കെ, ഈ ഗിഫ്റ്റ് എല്ലാം നമുക്ക് സ്പോൺസർ ചെയ്യുന്നത് അതായത് മിഥുൻസ് മണി മാർക്കറ്റ്, ഒന്റാരിയോ ആയുർവേദിക് മെഡിക്കൽ സെന്റർ, ബ്ലഷ് ആൻഡ് കേഴ്സ് ആൻഡ് ആയുഷ് ആയുർവേദിക് സെന്റർ. ഇവരൊക്കെ തരുന്ന വൗച്ചേഴ്സ് എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ആണ്. 1500 വരെ വൗച്ചേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഓക്കെ, അപ്പം ഈ വൗച്ചേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചെറിയ ഗെയിംസ് പ്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഗെയിംസ് കളിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു വൗച്ചേഴ്സ് നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാവുന്നതാണ്. 1 സെക്കൻഡ്. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ ഓരോ വിഷുവിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ശ്രേയോട് ചോദിക്കാം ഒരു സിനിമ ക്യാരക്ടർ. ഓക്കെ, ശ്രേയ കണ്ടുപിടിക്കണം. ശ്രീന കണ്ടുപിടിക്കണം. സോറി. അപ്പൊ ശ്രീന എനിക്ക് ആ ഒരു മൂവിയുടെ മൂവി പറയണം, അതിൽ ആരാണ് അഭിനയിച്ചതെന്ന് പറയണം. കാരണം നമുക്ക് അറിയുമെന്നും കൂടെ നമ്മൾ നോക്കണമല്ലോ, നമ്മൾ മറ്റുള്ളവരോട്. ഞാൻ ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞതിന് പറയാ ഈസി ഉള്ളത് ചോദിക്കണേ. ഇല്ല, ഞാൻ ഏറ്റവും ടഫ് ആയിട്ടുള്ളത് ഏതാന്ന് നോക്കിയിട്ട് ഞാൻ ചോദിക്കുള്ളൂ. അതിന് മുന്നേ വല്ല കോളറും വരുവാണെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യാം. എന്റെ ക്വസ്റ്റ്യൻ ഞാൻ അവർക്ക് കൊടുക്കും, എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ. ആർക്ക്? അല്ല, ഹെൽപ്പ് ഒന്നുമില്ല, നമ്മൾ ഒറ്റയ്ക്ക് തന്നെ. എനിക്ക് തോന്നുന്നു കോളർ ഉണ്ട്, നമുക്ക് അത് കഴിഞ്ഞിട്ട് കളിക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ആരത്? ഭദ്ര. ഭദ്ര. ഭദ്രല്ല. ഹലോ. ഹലോ, പേരെന്തായിരുന്നു? ഭദ്ര. ഭദ്ര. DHADRA. ഭദ്ര. ഭദ്രല്ല, ഡി അല്ലേ സ്റ്റാർട്ടിംഗ്? ഡി അല്ലേ? DH. ഭദ്ര. ഈശ്വര, ഇന്നത്തെ പേര് ശരിക്കും നമുക്ക് ഒന്ന് ലിസ്റ്റ് ചെയ്യേണ്ടതാണ്. ഈ ഗെയിംസിൽ നിങ്ങൾ ക്യാരക്ടേഴ്സിന്റെ കണ്ടുപിടിക്കുന്നതിനേക്കാൾ ടഫാണ് നിങ്ങളുടെ പേര് കണ്ടുപിടിക്കുന്നത്. ഭദ്ര. ഓക്കെ, ഭദ്ര. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പേര് കേൾക്കുന്നത്. ഞാനും. ഇതാരാ സെലക്ട് ചെയ്തത്? അച്ഛനാണോ അമ്മയാണോ ആരാണ്? ദേവിന്ന് പറയട്ടെ. ഏത് ദേവിയാ? അമ്മയോട് പറഞ്ഞു തരാൻ. അച്ഛനും അമ്മയും. ഓക്കെ, ഭദ്ര. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് യുവർ നെയിം? ഒരു ദേവിയുടെ പേരാണ്. ദേവിയുടെ പേരോ? ഭദ്രയാണോ? നമുക്ക് മാറിയതാണോ? Can you spell your name? DHADRA. D for? D for? D? DHADRA. ഭദ്ര തന്നെയാണ്. അതെ. ഓക്കെ, ഞാനിനി ഒരിക്കലും മറക്കില്ല ഭദ്ര കുട്ടി. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഗ്രേഡ് 1. കുഞ്ഞുമോളാ. അതെ. ഏതാ സ്കൂൾ? ഏതാ? സ്കൂൾ. ഭദ്ര, അപ്പം NTV കാണാറുണ്ടോ? വീക്കെൻഡ്സില് നമ്മുടെ ലേഡി ഷോ ഒക്കെ കാണാറുണ്ടോ? അമ്മയായിരിക്കും അല്ലേ കാണുന്നേ? ഓക്കെ, അപ്പൊ നമ്മളെ ഗെയിം കളിച്ചാലോ? ഭദ്ര മലയാളം മൂവീസ് കാണാറുണ്ടോ? മലയാളം മൂവീസ് കാണാറുണ്ടോ? ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാ? പൃഥ്വിരാജിനെയാണോ ഏറ്റവും ഇഷ്ടം? പൃഥ്വിരാജിന്റെ മൂവി ലേറ്റസ്റ്റ് എമ്പുരാൻ കണ്ടായിരുന്നോ? പൃഥ്വിരാജിന്റെ എമ്പുരാൻ കണ്ടായിരുന്നോ? കണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടുമല്ലോ പൃഥ്വിരാജിന്റെ ഫാൻസിനല്ലേ? ഹലോ. അപ്പൊ നമുക്ക് ഗെയിം കളിക്കാം. ഓക്കെ, അപ്പൊ സ്ക്രീനിൽ കാണുന്ന ക്യാരക്ടർ ചെയ്ത വ്യക്തിയുടെ പേര് പറയണേ. ആക്ടർ ഓർ ആക്ട്രസ്? Let's play the game. Okay. Watch the screen. ഭയങ്കര ഈസിയാവും. അമ്മയ്ക്കും അച്ഛനും എന്തായാലും പറയാൻ പറ്റും.
ഇത്രയും ഫണ്ണി ആയിട്ടുള്ള ഒരു മൂവി? ശരിക്കും ഈ സിനിമയൊക്കെ ഉണ്ടാക്കിയവരെ എത്ര പെട്ടെന്ന് ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുള്ള മൂവിയാണ്. ഒരുപാട് തവണ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി തന്നെ കണ്ടിട്ടുണ്ട്. ഈ ഒരു ക്യാരക്ടർ തന്നെ എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു. ഞാൻ തന്നെ എനിക്കൊന്നും ക്ലൂ ആണോ? ഇത് പേര് വായിച്ചിട്ട് കൃഷ്ണവിലാസം ഭഗീരഥൻ പിള്ള. ഈ മൂവിയില് ഒരു 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 സീനുണ്ട് ഈ ഒരു പേരില്, വെടിവഴിപാട്. ഇതിൽ കൂടുതൽ ഞാൻ എന്താ പറയാ, ഈ പേരിൽ ഒരു വെടിവഴിപാട് നടത്തുന്നുണ്ട്. ശ്രീകുമാർ. ഓക്കെ ഓക്കെ. മൂവി ഒന്നാലോചിച്ചാ കിട്ടും, അത്ര ഈസിയാണ്. മൂവി കിട്ടി കാണും. ജഗദീഷ് ശ്രീകുമാർ. അവർക്കത് പഠിപ്പിച്ചു കൊടുക്കാണ് അമ്മ. ഓക്കെ, കറക്റ്റ് ആണ് മോനോ, കറക്റ്റ് ആണ്. മീൻസ് ക്യാരക്ടർ കറക്റ്റ് ആണ് പറഞ്ഞത്. സിനിമ കിട്ടിയോ? കറക്റ്റ് ആണ്. ഞങ്ങള് കേട്ടു, ആൻസർ വന്നു അവിടെ നിന്ന്. മീശമാധവൻ കണ്ടിട്ടുണ്ടോ? ദദ്ര കണ്ടിട്ടുണ്ടോ? അതാ വേറൊരാൾ അവിടെ നിന്ന് മീശമാധവൻ പറയുന്നത്, പാടുന്നുണ്ട് ആ പാട്ട്. മീശമാധവൻ എന്നുള്ള പാട്ട് ആരോ പാടുന്നുണ്ടല്ലോ അവിടെ. മീശക്കാരൻ മാധവൻ ആണോ? പാട്ട് പാടുന്നുണ്ടോ അമ്മ? പാടുന്നുണ്ടോ? അയ്യോ അയ്യോ, ഞങ്ങൾക്ക് ഇന്നൊരു ഗിഫ്റ്റ് ആണിത്. അതെ, നന്നായിട്ടുണ്ട് കേട്ടോ, കേൾക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല മിടുക്കിയായിട്ട് പാടിയ ആളുടെ പേരെന്താ ദദ്ര? അമ്മു? ആഷിത കുട്ടി. ഹർഷിത കുട്ടി നന്നായിട്ട് പാടിട്ടോ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഹാപ്പി വിഷു പിള്ളേർക്കൊക്കെ. അതെ അതെ, ദദ്ര ഹാപ്പി വിഷു. ഓക്കെ ദദ്ര, കൺഗ്രാചുലേഷൻസ്. മോളുടെ നെയിം ഞങ്ങൾ ലോട്ടിൽ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ലക്കി വിന്നർ ആവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. നല്ല കോൾ. അതെ, നല്ല സൗണ്ട് ആണ് കേട്ടോ മോളുടെ, നല്ല രസമുണ്ട് കേൾക്കാൻ. ഈ ഒരു പാട്ടായിരുന്നു നമ്മൾ ആദ്യം പറയേണ്ടത്. പക്ഷെ അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എല്ലാം മനസ്സിലാവും. ആ ഒരു മൂവി ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എന്ത് ചെറിയ ക്ലൂ കിട്ടിയ പിന്നെ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാവർക്കും അറിയാം. അതെ, ഈ ഒരു സോങ് ഒക്കെ എന്തോരം പാടിയിട്ടുണ്ട് ചെറുതാകുമ്പോഴൊക്കെ. മീൻസ് എന്റെ ഫാദറിന്റെ പേര് മാധവൻ എന്നാ. ആണല്ലേ? ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്ന പാട്ടാണ്. എപ്പോഴും കേൾക്കും ഈ ഒരു സോങ്. ഈ ഇങ്ങനത്തെ സിനിമ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ റിമോട്ട് താഴെ വെക്കുന്ന. ഇതിന്റെ ഇടയ്ക്ക് ഞാനൊരു ടിക്ടോക്കിൽ എവിടെ കണ്ടതാ, കറക്റ്റ് ആണ്. അതെ, മീശമാധവൻ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് ഈ ക്യാരക്ടേഴ്സ് ഇട്ടിരിക്കുന്ന എല്ലാ മൂവീസും ഒരു 2-3 തവണെങ്കിലും കണ്ടിട്ടുണ്ടാവും. 3 മതിയെന്നേ ഉള്ളൂ ചിലതൊക്കെ. അതെ, ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ഈ മീശമാധവനിലാണെങ്കിലും കൃഷ്ണവിലാസം, ഭഗീരഥൻ പിള്ള, ആ വെടിക്കെട്ടുണ്ടല്ലോ, അതൊക്കെ നമ്മളിപ്പം ഉത്സവമാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ കളിയാക്കിയിട്ടെങ്കിലും നമ്മുടെ പേര് പറയുമ്പോൾ നമുക്ക് ആ ഒരു മൂവി ഓർമ്മ വരിക. നിങ്ങൾ മലയാളം മൂവീസ് അവിടെ ആണെങ്കിലും മലയാളം മൂവീസ് കാണാറുണ്ട്. എനിക്ക് ഇഷ്ടമാണ് മലയാളം മൂവീസ്. പക്ഷെ ഇതുപോലെ എനിക്ക് ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ സെന്റൻസ് മീൻസ് ഡയലോഗ്സ് ഒന്നും ഓർമ്മയില്ല, പക്ഷെ കാണാറുണ്ട്. പ്രത്യേകിച്ച് മോഹൻലാലിന്റെ ഒക്കെ എല്ലാ മൂവീസും കണ്ടിട്ടുണ്ട്. മലയാളം, തമിഴ്, കന്നഡ അങ്ങനെ എല്ലാം കാണും. എനിക്ക് ഈ പിള്ളേരെ വിളിച്ചപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമായത്. കാരണം അവരാ മീശമാധവൻ എന്ന് പറഞ്ഞതും അവർക്ക് തന്നെ അത് ഭയങ്കര ആ കുട്ടിയുടെ സന്തോഷം കണ്ടില്ല, ആ പാട്ട് പാടിയത്. ഇന്നത്തെ ഒരു ഗിഫ്റ്റ് ആണ് ഞങ്ങൾക്ക്. ഇതുപോലെ നിങ്ങൾക്ക് വിളിക്കാം, കണ്ടോണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും വിളിക്കാം. നിങ്ങൾക്ക് പാട്ട് പാടാം, നിങ്ങൾക്ക് കഥ പറയാം. ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു ലേഡി ഷോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഫോണിൽ താഴെ കാണുന്ന സ്ക്രീനിൽ ഒരു നമ്പർ ഉണ്ട്. ഓക്കെ, അതിൽ വിളിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം നമ്മളോട് പറയാവുന്നതാണ്. പ്ലസ് നമുക്കൊരു ചെറിയ ഗെയിമും കളിക്കാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് വിശേഷങ്ങൾ പറയാൻ നമ്മളെ പരസ്പരം എൻഗേജ്ഡ് ആവുക, അതിന് വേണ്ടിയിട്ടാണ്. ഗെയിം എന്നുള്ളത് ചെറിയൊരു ഭാഗം മാത്രമാണ് ഇതിന്റെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഇന്റൻഷൻ എന്ന് വെച്ചാൽ തന്നെ നമുക്കറിയാം, നമ്മളെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുണ്ട്. ഇപ്പം നേരത്തെ വിളിച്ച ആരായിരുന്നു, ശോഭ ചേച്ചി പറഞ്ഞ ഒരു കാര്യമാണ്. 2 ദിവസം ഈ ഒരു പ്രോഗ്രാം കാണാതിരുന്നപ്പം അവർക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇത് കേൾക്കുമ്പോൾ നമുക്കറിയാം എത്രമാത്രം എന്താ പറയാ ആഗ്രഹിച്ചാണ് അവർ ഈ ഒരു പ്രോഗ്രാം കാണാനിരിക്കുന്നതെന്ന്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ കോളേഴ്സ് ഒക്കെ വരുമ്പോൾ അവരും കണ്ടോണ്ടിരിക്കുന്നവർക്കും ഭയങ്കര ഹാപ്പിയാണ്. കുട്ടികൾ പാടുന്നതും
അവരവരുടെ ഒരു കഥ പറയുന്നത്. പക്ഷെ ഇന്നത്തെ പേരുകൾ ഭദ്ര, ഞാൻ എന്തായാലും അത് സെർച്ച് ചെയ്യും. ഡിഫറെന്റ് ആൻഡ് യുണീക്ക് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, അത് ആ ഒരു പേരിലൊരു ദേവി ഉണ്ടെന്നാ പറയണത്. അപ്പം ഞാൻ ഭദ്ര എന്ന് കേട്ടിട്ടുണ്ട്. ഭദ്ര പിന്നെ എന്താ അതിന്റെ മുന്നേ എന്താ മീനിങ് ചോദിച്ചില്ലേ, പരിശുദ്ധേണ് എന്ന് പറഞ്ഞത്, ഞാൻ മറന്നു തോന്നുന്നു ആ ഒരു പേര്. അങ്ങനെ കുറെ പേരുകൾ ഇന്നത്തെ വെറൈറ്റി ആയിട്ട്. റൗദ അങ്ങനെ കുറെ പേരുകൾ. നിങ്ങളുടെയൊക്കെ പേരുകളും ഭയങ്കര യുണീക്കാണ്. അപ്പൊ അങ്ങനെയുള്ള വെറൈറ്റി പേരുകളിലൊക്കെ വിളിക്കാൻ നിങ്ങളുടെ പേര് ഞങ്ങൾക്ക് പറഞ്ഞു തരാം. ഞങ്ങൾക്ക് ഒരു പുതിയ അറിവാണ്. ഇന്ന് നമുക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ കോളേഴ്സും ഗസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാരക്ടേഴ്സ്. എല്ലാവരുടെയും പേര് അതെ, എല്ലാവരും ആൻസർ ഞങ്ങൾ ഹെൽപ്പ് ചെയ്തെങ്കിൽ കൂടെ നിങ്ങളുടെ കഴിവ് തന്നെയാണ്. നിങ്ങൾ അത് കണ്ടുപിടിക്കാൻ കഴിയുന്നത്. നമ്മൾ ക്ലൂ തരുന്നു എന്നേ ഉള്ളൂ, പക്ഷെ ആ ക്ലൂയിലൂടെ നിങ്ങൾക്ക് ആ ഒരു ആൻസറിലേക്ക് എത്തിപ്പെടാൻ കഴിയും. ഒട്ടും അറിയാത്ത ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ക്ലൂ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ ഓപ്പോസിറ്റ് ഉള്ളവർക്ക് അത് അറിയാം. അതുകൊണ്ടാണ് നമ്മൾ ക്ലൂ തരുമ്പോ അവർക്ക് അത് പറയാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങളുടെ പേരുകളൊക്കെ നമ്മൾ ലോട്ടിൽ ഇടുന്നുണ്ട്. ലക്കി വിന്നേഴ്സിന് നമുക്ക് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഉണ്ട്, അപ്പം വൗച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. വിത്തിൻ UAE തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഡിഫറെന്റ് എമിറേറ്റ്സിലുള്ള മീൻസ് നമ്മളുടെ ഓരോരോ എൻറ്റിറ്റീസ് ആണ് നമുക്ക് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് മിഥുൻസ് മണി മാർക്കറ്റ് ഉണ്ട്, ഒൻറ്റാരിയോ ആയുർവേദിക് മെഡിക്കൽ സെന്റർ, ആയുഷ് ആയുർവേദിക് സെന്റർ, ഇവരൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ ഇവരുടെ തന്നെ സർവീസസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വൗച്ചർ വിൻ ചെയ്യുന്നതോടെ കിട്ടുന്നത് എന്താ വെച്ചാൽ ഇവരുടെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള സർവീസസ് ഉണ്ട്. അപ്പൊ ആ ഒരു സർവീസ് ഇപ്പം ഒരു സലൂൺ ആണെങ്കിൽ നിങ്ങൾക്ക് സലൂൺ സർവീസസ് ഉണ്ടാവും. അത് വിത്തിൻ 500 അല്ലെങ്കിൽ 1000 ഇങ്ങനെയാണ് വൗച്ചേഴ്സ് എമൗണ്ട്സ് വരുന്നത്. അപ്പൊ നിങ്ങളുടെ പേരുകളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. വിന്നേഴ്സിനെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും വിളിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ എന്താ പറയാ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഒരുപാട് സ്ഥിരമായിട്ടുള്ള കോളേഴ്സ് ഉണ്ടായിരുന്നു. അത് നമുക്ക് ഭയങ്കര, അപ്പം കോള് വൈൻഡപ്പ്, ഇന്നത്തെ ഷോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായെന്ന് തോന്നുന്നു. ആരെങ്കിലും കോൾ ഉണ്ടോ? ഇല്ല, കോളേഴ്സ് ഒന്നും ഇല്ല. ഇല്ല. എല്ലാവർക്കും ഞങ്ങളുടെ വക നല്ലൊരു വിഷു ആശംസിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വിഷു ഞങ്ങളുടെ രണ്ടാളുടെയും NTVയുടെ എല്ലാവരുടെയും വക. എല്ലാവർക്കും നമുക്ക് മീൻസ് കുറച്ചുകൂടെ സമയമുണ്ട് നമുക്ക്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും കോളേഴ്സ് വിളിക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാം. അതുപോലെ തന്നെ വിഷു ആണ് ഇപ്പൊ ഈ ഒരു വീക്കിലെ നമ്മുടെ ഒരു എല്ലാവരുടെയും ഒരു എന്താ പറയാ, കാരണം നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ആഘോഷങ്ങളൊക്കെ നിർത്തി വെച്ചതും അങ്ങനെയൊക്കെ ആയിരുന്നു. കഴിഞ്ഞ വർഷവും അതിന്റെ മുന്നത്തെ വർഷമൊക്കെ നമ്മൾ ഒരുപാട് വിഷമങ്ങളിൽ കൂടെ നാടും കേരളവും ഒക്കെ കടന്നു. പക്ഷെ ഈ ഒരു വർഷം 2025 ദൈവം സഹായിച്ച എല്ലാം കൊണ്ടും ഐശ്വര്യവും സമൃദ്ധിയും സമ്പത്തും എല്ലാം നിറഞ്ഞ, ഇപ്പം ഒരുപാട് പേര് ജോലി അന്വേഷിച്ച് ഇവിടെ വന്നവരുണ്ടാവും. അവർക്കൊക്കെ ജോലി കിട്ടട്ടെ. അതുപോലെ തന്നെ വിഷുവിലാണല്ലോ നമ്മളുടെ ഈ ഫലം നോക്കുന്ന ടൈം അല്ലേ? ഈ നാളെല്ലാം വെച്ച് അവരുടെ ഫലം നോക്കി ഇപ്പം ഈ വർഷം ആർക്കൊക്കെ ഏതൊക്കെ നാളുകൾക്കാണ് മാറ്റങ്ങളുണ്ട്. അപ്പം വിഷു പെർട്ടിക്കുലർലി ഓരോ ആളുകൾക്ക് എന്നല്ലാതെ എല്ലാവർക്കും, എല്ലാ മതം ജാതിയൊക്കെ ഉള്ള ആളുകൾക്കും ഒരു സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു വർഷം ആവട്ടെ എന്നാണ്. മീൻസ് ആ കണി കാണുന്നതിലൂടെ നമ്മൾ അതാണ്, നമുക്കതെല്ലാം നമ്മളിലേക്ക് വരണം. രാവിലെ എഴുന്നേറ്റ് പുലർച്ചെ എല്ലാവരും കണി കാണുക. എനിക്കറിയാം നമ്മുടെ നാടും അതുപോലെ തന്നെ നാട്ടിലെ ആചാരങ്ങളൊക്കെ വിട്ടിട്ട് ഇപ്പം ഇവിടെയൊക്കെ ഷെയറിങ് താമസിക്കുന്നവരുണ്ടാവും. ചിലപ്പം ഡിഫറെന്റ് ആയിട്ടുള്ള കൺട്രീസിലുള്ള ആളുകളുടെ കൂടെ താമസിക്കുന്നവരുണ്ടാവും. അപ്പൊ നമുക്ക് നമ്മുടേതായ പ്രൈവസി അങ്ങനെയൊക്കെ. എന്നാലും എവിടെയെങ്കിലും വിഷുക്കണി കാണാൻ പറ്റുകയാണെങ്കിൽ രാവിലെ വിഷുക്കണി കാണാം. മാക്സിമം നന്നായിട്ട് സദ്യ കഴിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. അതെ, ഫ്രണ്ട്സിന്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരുണ്ടാവും ഇവിടെ. നമുക്ക് പിന്നെ അതാണല്ലോ UAE ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇപ്പം വൈബാണ്. കാരണം എല്ലാവരും വീക്കെൻഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ നാട്ടിൽ ആരെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും. ആരെങ്കിലും ഒക്കെ ഗ്യാതറിങ്സ് ഇവിടെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാരണം നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ എല്ലാവരും ഈ വീക്കെൻഡ് എല്ലാവരും ക്യാച്ചപ്പ് ചെയ്യുക, എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. അതെ, വിഷു നന്നായിട്ട് ആഘോഷിക്കുക. എല്ലാവരും പോയി പർച്ചേസ് ചെയ്യുക, പുതിയ പുതിയ കോടി എടുക്കുക, ഫോട്ടോസ് ഒക്കെ എടുക്കുക, ഹാപ്പി ആയിട്ട് ഇരിക്കുക. NTVയുടെ ഒപ്പം നിങ്ങൾക്കും വിഷു ആഘോഷിക്കാം. ഇതിലെല്ലാം NTV കണ്ടോണ്ടിരുന്ന നമുക്ക് ആ ഒരു ഫീൽ ഇങ്ങനെ തന്നോണ്ടേയിരിക്കും ദിവസത്തെ. അപ്പൊ എപ്പോഴും വിഷുവിലെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് നമ്മുടെ NTVയിൽ. അപ്പൊ അതെല്ലാം വാച്ച് ചെയ്യുക. അതുപോലെ NTVയുടെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന്, അതുപോലെ ലേഡി ഷോയുടെ ഭാഗത്തുനിന്ന് എല്ലാവർക്കും ഹാപ്പി വിഷു ഇൻ അഡ്വാൻസ്. അപ്പൊ നമ്മുടെ ഷോ വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ് സംഗീത, ശ്രീന. താങ്ക് യു.